ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന ഈശോ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മനുഷ്യരിലുള്ള പൈശാചിക ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട് എന്ന് കാണിക്കുവാൻ ഈശോ പറഞ്ഞ ഒരു അത്ഭുതമാണ് പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. ഈ അധികാരം പിശാചുക്കൾ അംഗീകരിക്കുന്നതിൻ്റെ തെളിവാണ് യേശുവിൻ്റെ മുൻപിൽ പിശാചുക്കൾ മുട്ടുമടക്കുന്നതും മഹോന്നത ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിച്ച് യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നതും തങ്ങളെ പീഡിപ്പിക്കരുതെന്ന് അപേക്ഷിക്കുന്നതും. സ്നേഹമുള്ളവരെ, പിശാചുക്കൾക്ക്, അശുദ്ധാത്മാക്കൾക്ക് വസിക്കുവാനായിട്ട് ഒരു സ്ഥലം വേണം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മിൽ അശുദ്ധാത്മാക്കളെ വസിക്കുവാനായിട്ട് നാം അവസരം കൊടുക്കരുത്. കാരണം അശുദ്ധാത്മാക്കളുടെ മേൽ യേശുവിന് അധികാരമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. യേശുവിനോട് ചേർന്ന് നിൽക്കുവാനും യേശുവിൻ്റെ അധികാരത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കണം. അശുദ്ധാത്മാക്കളെ നമ്മിൽ നിന്നും പുറത്താക്കി യേശുവിൽ നമുക്ക് പുതുജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന ഈശോ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മനുഷ്യരിലുള്ള പൈശാചിക ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട് എന്ന് കാണിക്കുവാൻ ഈശോ പറഞ്ഞ ഒരു അത്ഭുതമാണ് പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. ഈ അധികാരം പിശാചുക്കൾ അംഗീകരിക്കുന്നതിൻ്റെ തെളിവാണ് യേശുവിൻ്റെ മുൻപിൽ പിശാചുക്കൾ മുട്ടുമടക്കുന്നതും മഹോന്നത ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിച്ച് യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നതും തങ്ങളെ പീഡിപ്പിക്കരുതെന്ന് അപേക്ഷിക്കുന്നതും. സ്നേഹമുള്ളവരെ, പിശാചുക്കൾക്ക്, അശുദ്ധാത്മാക്കൾക്ക് വസിക്കുവാനായിട്ട് ഒരു സ്ഥലം വേണം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മിൽ അശുദ്ധാത്മാക്കളെ വസിക്കുവാനായിട്ട് നാം അവസരം കൊടുക്കരുത്. കാരണം അശുദ്ധാത്മാക്കളുടെ മേൽ യേശുവിന് അധികാരമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. യേശുവിനോട് ചേർന്ന് നിൽക്കുവാനും യേശുവിൻ്റെ അധികാരത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധിക്കണം. അശുദ്ധാത്മാക്കളെ നമ്മിൽ നിന്നും പുറത്താക്കി യേശുവിൽ നമുക്ക് പുതുജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.